ഇതാരാ? ഈ ചങ്ങായിയാരാ? കൊള്ളാലോ, അടിപൊളി. ഓക്കെ. എടാ ഇതിപ്പോൾ ശരിക്കും ആരാ? ആരെങ്കിലും ആവട്ടെ. പിന്നെ ഞാനിപ്പോൾ എന്തിനാ വന്ന്? എടാ ഷുവർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യേണ്ട. എക്സാം ഒക്കെ ആയില്ലേ? എന്താണ് നിങ്ങൾ ഈ എന്തൊരു കഷ്ടം. എടാ എക്സാം ആയി, സീരിയസ്നെസ്, ബി സീരിയസ്നെസ്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നൊരു ചെറിയൊരു ഷുവർ ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുമില്ല, ഒരു 3 മാർക്കിൻ്റെ ഒരു ചോദ്യം, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. കമോൺ. അപ്പോൾ ചോദ്യം ഇതാണ്: എ പോർഷൻ ഓഫ് ദ സയൻസ് തിയറി ഓഫ് എ സ്റ്റുഡൻസ് ഈസ് ഗിവൺ ബിലോ, അനലൈസ് ഇറ്റ്, ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഒന്നുമില്ല, സിമ്പിളാണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു സംഭവം തന്നിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ഓക്കെ, എന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് 3 ക്വസ്റ്റ്യൻ, ABC 3 ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ആൻസർ ചെയ്യാം. 3 മാർക്കാണ്. ഓക്കെ, ചിരിയും കളിയല്ല, 3 മാർക്ക്. എന്ന് നോക്കാം. ഓക്കെ, ആ 3 മാർക്ക് പോക്കറ്റിലാക്കാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. കമോൺ. അപ്പോൾ ഒന്നാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലിയേച്ചർ, ഒരു മിനിറ്റ് പച്ച. ഓക്കെ, അക്കോർഡിംഗ് ടു ബൈനോമിയൽ നോമൻക്ലിയേച്ചർ പ്രകാരം ദ സയൻറ്റിഫിക് നെയിം ഓഫ് ഹ്യൂമൻ ഈസ് ഹോമോ സാപ്പിയൻസ്. ബൈനോമിയൽ നോമൻക്ലിയേച്ചർ പ്രകാരം മനുഷ്യൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ് എന്നാണ്. അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ പഠിക്കട്ടോ. മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ്. എടാ ദി നാമ പദ്ധതി പ്രകാരം, ഏത് പദ്ധതി? ദി നാമ. ഒന്ന് പറയുകയാണെങ്കിൽ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞോളൂ. ദി നാമ. ഓക്കെ, ദി നാമ പദ്ധതി പ്രകാരം മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം ഹോമോ സാപ്പിയൻസ് എന്നാണ്. എന്താ പേര്? ഹോമോ സാപ്പിയൻസ്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് അവിടെ നിന്ന് തന്നെ പഠിച്ചു വെക്കാം. മനുഷ്യൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ്. ഇനി ചോദ്യം അതൊന്നുമല്ല, ചോദ്യം നോക്കാം. ഓക്കെ, വാട്ട് ഡസ് ഇൻഡിക്കേറ്റ് ഹോമോ? ഈ ഹോമോ സാപ്പിയൻസിലെ ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ് ഹോമോ? എന്താ ഹോമോ? എടാ ഹോമോ എന്നത് ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നു അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്താ? ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ബുദ്ധി വെച്ച് പറയൂ, സ്പീഷീസ് നെയിം, സാപ്പിയൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്പീഷീസിനെ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഹോമോ ജീനസിനെ ആണെങ്കിൽ സാപ്പിയൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്പീഷീസിനെ സൂചിപ്പിക്കുന്നു. ഇതാ ഇവിടെ ഹോമോ എന്തിനെ സൂചിപ്പിക്കുന്നു? ജീനസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അതേസമയം സാപ്പിയൻസ് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്പീഷീസ് നെയിമിനെ സൂചിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് വേർഡ് ഇൻഡിക്കേറ്റ് ജീനസ് നെയിം ആൻഡ് സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ് സ്പീഷീസ് നെയിം. അത് മാറരുത്. ഓക്കെ, അതിന് ഞാനൊരു ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യം ജി ആണോ എസ് ആണോ? ജി അല്ലേ? ജി കഴിഞ്ഞിട്ടാണല്ലോ എസ്. ഓക്കെ, അപ്പോൾ ജി ഫസ്റ്റ് വേർഡ് അത് ഹോമയോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഹോമോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതേസമയം സാപ്പിയൻസ്. ഓക്കെ, സാപ്പിയൻസ് ഇത് ആൽഫബറ്റിൽ ജിയും എച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതെന്താണ്? സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ് സാപ്പിയൻസ്. ഓക്കെ, സെക്കൻഡ് വേർഡ് ഇൻഡിക്കേറ്റ് സ്പീഷീസ്. ഓക്കെ, സ്പീഷീസ്. അപ്പോൾ ആദ്യത്തെ ഹോമോ, രണ്ടാമത്തെ സ്പീഷീസ്. ആദ്യത്തെ ഹോമോ, രണ്ടാമത്തേത് സ്പീഷീസ്. അതങ്ങനെ തന്നെ ഓർത്ത് വെക്കട്ടോ. ഓക്കെ, ഇനി അടുത്തത്, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ബൈനോമിയൽ നോമൻക്ലിയേച്ചർ? ഈ ദിനാമ പദ്ധതി അല്ലെങ്കിൽ ഈ ബൈനോമിയൽ നോമൻക്ലിയേച്ചർ ആവിഷ്കരിച്ചത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ, അതാരാന്നറിയോ? നമുക്കറിയോ? അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോളേജ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ആരാണ്? കോൾ ലിനേയസ്. അപ്പോൾ ആരാണ് ആൻസർ? കോൾ ലിനേയസ്. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലിയേച്ചർ? എന്താണ് ഈ ദിനാമ പദ്ധതിയുടെ മേന്മ, ബെനഫിറ്റ്, ഇമ്പോർട്ടൻസ് എന്ത്? ദിനാമ പദ്ധതി പ്രകാരം മനുഷ്യൻ്റെ സയൻറ്റിഫിക് നെയിം ഹോമോ സാപ്പിയൻസ് ആണ്. അതിൽ ഹോമോ ജീനസിനെയും സാപ്പിയൻസ് സ്പീഷീസിനെയും സൂചിപ്പിക്കുന്നു. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കാൾ ലിനേയസ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തോ ഇതിൻ്റെ മെച്ചം? ഇങ്ങനൊരു ദിനാമ പദ്ധതി, ഈ ജീവികൾക്ക് പേരിടുന്ന അങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായതുകൊണ്ട് എന്താണ് അതിൻ്റെ മേന്മ, ബെനഫിറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൻസർ ചെയ്യണം. ഇത് ഹെൽപ്സ് ടു solve the difficulties arising out of an organism being known by various names in different languages and region. Okay, എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതായത് ഒരേ ജീവി തന്നെ പല പ്രദേശങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മൾ കോമൺ ആയിട്ടൊരു പേര് കൊടുത്തപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പരിഹരിക്കാൻ സാധിച്ചു. ഒരേ ജീവി പല ഭാഷകളിലും പല പ്രദേശങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്തു? പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഹെൽപ്സ് ടു സോൾവ് ദ ഡിഫിക്കൽട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് എൻ ഓർഗാനിസം ബീങ് നോൺ ബൈ വേരിയസ് നെയിംസ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് റീജിയൻസ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കപ്പല്ലേ, കപ്പക്ക് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ്? പൂള എന്നാ പറയാം. തെറി വിളിച്ചതല്ല, പൂള. ഇറച്ചിയും പൂളിയും കഴിക്കാന്നൊക്കെ പറയാം. മലപ്പുറം കോഴിക്കോട് റീജിയണിൽ പൂള എന്നാ പറയാം. അതേസമയം കാസർഗോഡ് ഭാഗത്തേക്ക് കപ്പ എന്നാ പറയാം. എന്നാൽ വേറെ നമ്മളത് തിരുവനന്തപുരം ഭാഗത്തേക്ക് മരച്ചീനി എന്നാ പറയാം. ഇതെല്ലാം ഒരു സാധനമാണ്. അപ്പോൾ കപ്പയാണെങ്കിലും പൂളയാണെങ്കിലും ടാപ്പിയൊക്കെ ആണെങ്കിലും ഒക്കെ ഒന്നാണ്. അപ്പോൾ ഇനി ചൈനയിൽ ചെന്നാൽ ഈ കപ്പൻ്റെ പേരെന്തായിരിക്കും? ജപ്പാനിൽ ചെന്നാൽ വേറെ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കും. ഇപ്പോൾ സൗദി അറേബ്യയിൽ ചെന്നാൽ അങ്ങനെ
എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പലയിടത്തും പല പേരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്താ സാധനം എന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോമൺ ആയിട്ടൊരു പേരിട്ട് കൊടുത്തു. അതാണ് സയൻറ്റിഫിക് നെയിം. നമുക്കറിയാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സാധിച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, വെറുതെ ചുമ്മാ ഒരു ചോദ്യം. എടാ, വാട്ട് ഈസ് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ക്യാറ്റ്? പൂച്ചയുടെ ശാസ്ത്രീയ നാമം. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പൂച്ചകളില്ലേ, ആ പൂച്ചകളുടെ പമ്മി പമ്മി പാറി നടക്കും പൂച്ച, ഈ പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്ത് എന്നുള്ളതാണ്. ഒരു മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യണം ഫെലിസ് ഡൊമസ്റ്റിക്കൻസ്. എന്താ പേര്? ഫെലിസ് ഡൊമസ്റ്റിക്കൻസ്. പൂച്ച നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് അനിമലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫെലിസ് ഡൊമസ്റ്റിക്കൻസ് അങ്ങനെ കണക്ട് ചെയ്യട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്യുക. കാണാപാടാണ് പഠിക്കുക പേര്. ഫെലിസ് ഡൊമസ്റ്റിക്കൻസ് ഒരു 5-6 വട്ടം പറയാം. അപ്പോൾ പഠിക്കും. ഓക്കെ, എന്നാലേ എന്തായാലും ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചല്ലോ. എന്നാൽ എന്ത് ചെയ്യുന്നറിയാം, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സയൻറ്റിഫിക് നെയിമും കൂടി എന്ത് ചെയ്യുക, എക്സ്ട്രാ പഠിച്ചു വെക്കാം. ഇനി അഥവാ ഈ പൂച്ചൻ്റെ പകരം വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ, വല്ല പട്ടിൻ്റെ, വല്ല പോത്തിൻ്റെ, ആനൻ്റെ, കുതിരൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലോ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുടെ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നോക്കാം. എടാ, ഞാൻ തന്നെ ഒരു 10,000 വട്ടം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ഓർത്ത് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി എന്ത് ചെയ്യുക, വെറുതെ ഒറ്റ വട്ടം കൂടി എന്ത് ചെയ്യുക, ഞാൻ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞുതരാം. എലിഫൻറ്റ് എന്ന് വെച്ചാൽ ആന, എല്ലാവർക്കും അറിയാലോ. ഓക്കെ, അപ്പോൾ ആനയുടെ സയൻറ്റിഫിക് നെയിം എലിഫസ് മാക്സിമസ്. ആനയാണ് കരയിലെ ഏറ്റവും വലിയ ജീവി. മാക്സിമം സൈസുള്ള ജീവി ആരാന്ന് ചോദിച്ചാൽ അത് ആനയാണ്. ആനയ്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയുക, എലിഫൻറ്റ്. അപ്പോൾ മാക്സിമം സൈസ് മാക്സി, പിന്നെ അതേപോലെ എലിഫൻറ്റ്. അപ്പോൾ എലിഫസ് മാക്സിമസ് കണക്ട് ചെയ്യൂലേ, എലിഫസ് മാക്സിമസ്. പിന്നെ പീക്കോക്ക്. പീക്കോക്ക് എന്ന് പറഞ്ഞാൽ മയിലാണ്. മയിലൊരു സാധു അല്ലേ, പാവാണ്. മയിലൊരു പാവല്ലേ. മയിൽ നമ്മളാരെങ്കിലും ഉപദ്രവിക്കലുണ്ടോ? ഇല്ല, മയിലൊരു പാവം, തങ്കക്കൂടം. ഓക്കെ, അപ്പോൾ പാവോ ക്രിസ്റ്റാറ്റസ് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഡോഗിനെ നമ്മളൊരു ഫാമിലി മെമ്പറായിട്ട് കണക്കാക്കുന്നു എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു തന്നിരുന്നു. അതായത് ഒന്നുമില്ല, ജസ്റ്റ് ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ചില ആളുകൾ പട്ടിയൊക്കെ വളർത്തലുണ്ട്. പട്ടി അതേപോലെ തന്നെ പട്ടിക്ക് എന്ത് ചെയ്യും, പട്ടിനെ ഒപ്പം കടത്തും, ഒപ്പം യാത്ര കൊണ്ടുപോകും. ട്രിപ്പൊക്കെ പോകുമ്പോൾ പട്ടിനെ കൂട്ടി പോകും. ആ ട്രിപ്പൊക്കെ പോകുമ്പോൾ പട്ടിനായിട്ട് പോകും. അത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഓരോ ഫാമിലി മെമ്പർ പോലെ അപ്പോൾ അതിനെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, കാനിസ് ഫെമിലിയാരിസ്. കാനിസ് ഫെമിലിയാരിസ്. സിമ്പിൾ അല്ലേ, നല്ല അടിപൊളിയായിട്ട് കണക്ട് ചെയ്ത് വിടാം. പിന്നെ ഹിബിസ്കസ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ ചെമ്പരത്തി, പേര് തന്നെ ഉണ്ട്. ഹിബിസ്കസ് റോസ സൈനസിസ്, സിമ്പിളായിട്ട് പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ നീം, ആര്യവേപ്പ്. ആര്യവേപ്പിനെ പിന്നെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക, അസാഡിറക്റ്റ ഇൻഡിക്ക. എന്താ പേര്? അസാഡിറക്റ്റ ഇൻഡിക്ക. ആര്യവേപ്പിൻ്റെ നീം അസാഡിറക്റ്റ ഇൻഡിക്ക. ഒരു 10 വട്ടം പറയാം, അസാഡിറക്റ്റ ഇൻഡിക്ക, അസാഡിറക്റ്റ ഇൻഡിക്ക, ആര്യവേപ്പ്, അസാഡിറക്റ്റ ഇൻഡിക്ക. അങ്ങനെ പാടി പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ പാഡി, നെല്ല്, അരി. നമ്മൾ തിന്നുന്ന അരി നമ്മൾ സെറ്റായിട്ട് കഴിക്കണം. എന്നാലും എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ഉഷാറാവുണ്ടാവുള്ളൂ. നമ്മൾ അരിക്കെന്താ ഇംഗ്ലീഷ് പറയാം, റൈസ്. അത് സെറ്റായിട്ട് കഴിക്കണമല്ലോ, നല്ല നമ്മളൊന്ന് ഉഷാറാവുള്ളൂ. ഇപ്പോൾ നോമ്പൊക്കെയാണ്, അപ്പോൾ റമദാൻ മാസമൊക്കെ ആണല്ലോ. അപ്പോൾ എന്ത് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ എങ്ങനെ നമ്മൾ ബോഡിയൊക്കെ സെറ്റ് ആവുള്ളൂ. അപ്പോൾ റൈസ്, നല്ല സെറ്റായിട്ടുള്ള അരി കഴിക്കണം, സെറ്റായിട്ടുള്ള റൈസ് കഴിക്കണം. അപ്പോൾ ഒറൈസ സെറ്റ് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3 ആളെയും കൂടി പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കൗ എന്ന് പറഞ്ഞാൽ എന്താ, പശു. അപ്പോൾ പശുവിൻ്റെ സയൻറ്റിഫിക് നെയിം അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ബോസ് ടോറസ്. എന്താ പേര്? ബോസ് ടോറസ്. ഓക്കെ, നമ്മളെ ബോസിന് പശു ഉണ്ട് എന്ന് ആലോചിക്കുക. നമ്മളെ ബോസിന് പശുണ്ട്. നമ്മളെ എജുപോർട്ടിൻ്റെ ബോസില്ലേ, അജാസ് സാർ വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ ബോസിന് പശു ഉണ്ട്. അപ്പോൾ ബോസ് ടോറസ്. പിന്നെ ഇത് ക്രൗ, കാക്ക. ഈ കാക്കൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ കോർവസ് സ്പ്ലെൻഡസ്. നല്ല വൃത്തികെട്ട പേരാണ്, പക്ഷെ നിങ്ങൾ പഠിക്കണം. കോർവസ് സ്പ്ലെൻഡസ്. നിങ്ങൾ സ്പ്ലെൻഡർ ബൈക്കൊക്കെ കേട്ടുക്കണം. അങ്ങനെ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ, സ്പ്ലെൻഡർ ബൈക്ക്. ഈ സ്പ്ലെൻഡർ ബൈക്കുമ്പോൾ കാക്ക ഇരുന്നോ, കാക്ക എന്താണ് വേറെ എന്തെങ്കിലും ചെയ്തെന്നോ, എന്തെങ്കിലുമൊക്കെ ആലോചിച്ചോളൂ. അപ്പോൾ കോർവസ് സ്പ്ലെൻഡസ്. എന്താ പേര്? കോർവസ് സ്പ്ലെൻഡസ്. ഒരു 10 വട്ടം പറഞ്ഞോളൂ, അപ്പോൾ പഠിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ഇതും കൂടി പഠിച്ചാൽ ഈ ടോപ്പിക് അവസാനിച്ചു. കണിക്കൊന്ന എന്ന് പറയുമ്പോൾ, കണിക്കൊന്ന എപ്പോഴാണ് നമ്മൾ അധികം കണിക്കൊന്ന നമ്മൾ അധികം എന്താ ഇനി പറയാം, കണിക്കൊന്ന നമ്മൾ കൂടുതൽ കേൾക്കുന്നത് എപ്പോഴാണ്? വിഷുവിനല്ലേ. വിഷുവിനുള്ള പ്രധാനപ്പെട്ട പരിപാടിയാണ് എന്താ? ക്യാഷ്. കൈനീട്ടം കിട്ടൂലേ, മണി, ക്യാഷ്. അപ്പം വിഷു മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ്. അതുകൊണ്ട് കണിക്കൊന്നൻ്റെ സയൻറ്റിഫിക് നെയിം, ആ വിഷു എന്ന് പറയുന്ന ആ ഫെസ്റ്റിവൽ നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ കാസിയ ഫിസ്റ്റുല. എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? കാസിയ ഫിസ്റ്റുല. ഫെസ്റ്റിവൽ എന്നാലോചിക്കുക, അപ്പോൾ ഫിസ്റ്റുല എന്ന് കിട്ടും. പിന്നെ ക്യാഷ് എന്നാലോചിക്കുക, അപ്പോൾ കാസിയ എന്ന് കിട്ടും. ഓക്കെ, കാസിയ ഫിസ്റ്റുല. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം 3 ഇതെത്ര 6 9 10 പിന്നെ മനുഷ്യൻ്റെയും പഠിച്ചു. 11 സയൻറ്റിഫിക് നെയിം ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ 11 സയൻറ്റിഫിക് നെയിം എന്ത് ചെയ്യണം? വൃത്തിക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പവറായിട്ട് പഠിക്കണം. ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഇനി ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഇന്ന് പഠിപ്പിച്ചിരുന്ന എല്ലാ സയൻറ്റിഫിക് നെയിമുകളും പിന്നെ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക.
അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഗുഡ്, താങ്ക് യു.